The Men of England by P.B. Shelley. ഈ പോയം നമുക്ക് എസ്സേ ക്വസ്റ്റ്യനെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു പോയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഫസ്റ്റ് നമുക്ക് ഓതറിനെ കുറിച്ച് നോക്കാം. P.B. Shelley ഒരു റെവല്യൂഷണറി പോയറ്റാണ്. അദ്ദേഹം തൻ്റെ പൊളിറ്റിക്കൽ ഐഡിയാസ് തൻ്റെ പോയത്തിലൂടെ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ദ നെസസിറ്റി ഓഫ് എയ്ത്തിയിസം എന്നൊരു വർക്ക് പബ്ലിഷ് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എക്സ്പെൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് മേരി ഗോഡ്വിൻ എന്നൊരു വ്യക്തിയെ കല്യാണം കഴിച്ചു. ഇറ്റലിയിലോട്ട് ഷിഫ്റ്റായി. ഇറ്റലിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം തൻ്റെ ഗ്രേറ്റസ്റ്റ് വർക്ക്സ് ഒക്കെ എഴുതിയിരുന്നത്. പിന്നീട് 1822 ആയപ്പം അദ്ദേഹം മരണപ്പെട്ടു. പ്രിമച്വർ ഡെത്തായിരുന്നു. ഒരു ബോട്ടിൽ അദ്ദേഹം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ബോട്ട് സാങ്കായി. ഒരു വലിയ സ്റ്റോമൊക്കെ വന്നിട്ട് ആ ബോട്ട് സാങ്കായി അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം ഒരു ഐഡിയലിസ്റ്റ് ആയിരുന്നു. ആൻഡ് ഈ വേൾഡ് പറയുന്നത് അതുപോലെ അനുസരിക്കണം എന്നൊരു നിയമമുണ്ടല്ലോ, ആ ഒരു കോംപ്രമൈസിലെത്താൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അദ്ദേഹം റെഫ്യൂസ് ചെയ്തിരുന്നു. ഹി റെഫ്യൂസ്ഡ് ടു കോംപ്രമൈസ് വിത്ത് ദ വേൾഡ് അറൗണ്ട് ഹിം. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഓസിമാൻഡിയാസ്, ഓർ ടു ദ വെസ്റ്റ് വിൻഡ്, ടു എ സ്കൈലാർക്ക്, ദ ക്ലൗഡ്, അങ്ങനെ ഒരുപാട് വർക്ക്സ് ഉണ്ട്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ പൊയറ്റിക് ജീനിയസ് ആണ് കാണിച്ചിരുന്നത്. അദ്ദേഹം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയറ്റായിരുന്നു. സെക്കൻഡ് ജനറേഷൻ റൊമാൻറ്റിക്സിൽ വരുന്നൊരു പോയറ്റായിരുന്നു. ഇനി നമുക്ക് പോയത്തിലേക്ക് കടക്കാം. സോങ് ടു ദ മെൻ ഓഫ് ഇംഗ്ലണ്ട് എഴുതിയിരിക്കുന്നത് 1819 പീറ്റർലൂ മെസാക്ര എന്ന് പറയുന്നൊരു ഇൻസിഡൻറ്റ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് റെസ്പോൺസായിട്ട് എഴുതിയിരുന്ന പോയമാണിത്. അപ്പോൾ എന്താണ് പീറ്റർലൂ മെസാക്ര എന്നൊന്ന് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ, ഇത് മാഞ്ചസ്റ്ററിൽ വെച്ച് നടന്നൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. ബിഗ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ത് ചെയ്തു, സെൻറ്റ് പീറ്റേഴ്സ് ഫീൽഡിൽ അസംബിൾ ചെയ്തു. എന്നിട്ട് അവർ പീസ്ഫുള്ളി പ്രൊട്ടസ്റ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു വേണ്ടിയിരുന്നത്. ബെറ്റർ റൈറ്റ്സ്, അതേപോലെ തന്നെ റൈറ്റ് ടു വോട്ട്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ലേ നമ്മളുടെ ലൈഫിൽ തന്നെ. അവർക്ക് സ്വന്തം നാട്ടിലൊന്നും ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവർക്ക് റൈറ്റ് ടു വോട്ട്, ചീപ്പർ ഫുഡ്, അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, പീസ്ഫുള്ളി പ്രൊട്ടസ്റ്റ് ചെയ്തു. ഒരുപാട് പേർക്ക് ജോലിയും ഇല്ലായിരുന്നു, ഭക്ഷണവും ഭയങ്കരമായിട്ട് കുറവായിരുന്നു. ഓൺലി ദ റിച്ച് പീപ്പിൾ കുഡ് വോട്ട് ഓർ ബി ഇൻ ദ ഗവൺമെൻറ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവരൊരു പീസ്ഫുൾ ചേഞ്ചിന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തു. പക്ഷേ ഗവൺമെൻറ് പേടിച്ചു. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് സോൾജേഴ്സിനെ വിട്ട് ബ്രിട്ടീഷ് എന്ത് ചെയ്തു, അറ്റാക്ക് ചെയ്തു ഈ ആൾക്കാരെ. അങ്ങനെ ഒരുപാട് പേര് ഈ ഇൻസിഡൻറ്റിൽ മരണപ്പെട്ടു. അപ്പോൾ ഈ ഇൻസിഡൻറ്റിന് റെസ്പോൺസായിട്ട് എഴുതിയിരുന്നൊരു പോയമാണ് സോങ് ടു ദ മെൻ ഓഫ് ഇംഗ്ലണ്ട്. അപ്പോൾ ഇതൊരു റെവല്യൂഷണറി സോങ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് P.B. Shelley ഒരു റെവല്യൂഷണറി പോയറ്റാണ്. അദ്ദേഹം തൻ്റെ പൊളിറ്റിക്കൽ ഐഡിയാസ് നല്ല രീതിയിൽ തന്നെ പോയത്തിലൊക്കെ പ്രസൻറ്റ് ചെയ്യാറുണ്ടെന്ന്. സോ ഇതൊരു റെവല്യൂഷണറി പോയമാണ്. ഈ പോയത്തിൽ ഒപ്രഷനും സപ്രഷനും എക്സ്പ്ലോയിറ്റേഷനും വർക്കിംഗ് ക്ലാസ്സിലുള്ള ആൾക്കാർ നേരിടുന്ന ഓരോരോ പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് റിവോൾട്ട് ചെയ്യണം, ഇതിന് എഗെയിൻസ്റ്റായിട്ട് നിങ്ങളൊന്ന് വോയിസ് എടുക്കണം എന്നൊരു സ്ട്രോങ് മെസ്സേജ് ഷെല്ലി ലാസ്റ്റ് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഷെല്ലി ഗിവ്സ് അസ് എ ഗ്ലിംസ് ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ്. അവിടെ എന്തൊക്കെ നടന്നു എന്നൊരു കാര്യം നമ്മളെ നല്ലതുപോലെ ഈ പോയത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഷെല്ലി എക്സോർട്സ് ദ വർക്കേഴ്സ് ടു കം ഔട്ട് ആൻഡ് റിവോൾട്ട് ആൻഡ് ബിക്കം ഇൻഡിപെൻഡൻറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഷെല്ലി ലാസ്റ്റ് ഇവർ ഒന്ന് വോയിസ് എടുക്കാനും അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നല്ലതുപോലെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് മെസ്സേജാണ് P.B. Shelley ഈ പോയത്തിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോയത്തിൽ 18th സെഞ്ച്വറിയിലെ വർക്കിംഗ് ക്ലാസ് അനുഭവിച്ചുകൊണ്ടിരുന്ന ടോർച്ചറും ബ്രൂട്ടാലിറ്റിയും അതേപോലെ തന്നെ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയല്ലേ ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. വർക്കേഴ്സിനെ ബീസായിട്ടും മാസ്റ്റേഴ്സിനെ ഡ്രോൺസ് ആയിട്ടുമാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. Shelley is asking the 19th century peasants and workers of England why they are not revolting against the landlords and factory owners who exploit them to the last drop of their blood. അതായത് അവർ ജനിച്ചത് മുതൽ മരണം വരെ അവരെന്ത് ചെയ്യാണ്, ഈ ലാൻഡ് ലോഡ്സിന് വേണ്ടി മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിന് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നു? നിങ്ങൾ എന്തുകൊണ്ട് റിവോൾട്ട് ചെയ്യുന്നില്ല ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടു എന്നാണ് ഷെല്ലി ചോദിക്കുന്നത്. ബി കമ്മ്യൂണിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫീമെയിൽ ബി ആണ് എല്ലാ ജോലിയും ചെയ്യുന്നത്. മെയിൽ ഡ്രോൺസ് ആണെങ്കിലോ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യത്തേ ഉള്ളൂ. അപ്പം ആ ഒരു കമ്പാരിസനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഷെല്ലി വർക്കർ ബീസിൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എതിരെ സംസാരിക്കുക. അതായത് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ സംസാരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ ലാസ്റ്റ് മരിക്കത്തേ ഉള്ളൂ. മരിക്കുന്നത് വരെ നിങ്ങൾ ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യും. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഷെൽട്ടർ കാണില്ല, ഫുഡ് കാണൂല, നിങ്ങളുടെ ചിൽഡ്രൻ ഡാർക്ക്നെസ്സിലായിരിക്കും എപ്പോഴും ജീവിക്കുന്നത്. പിന്നീട് ഷെല്ലി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ ഇവർ അവർക്ക് വേണ്ടിയിട്ട് പ്ലഫ് ചെയ്യുന്നുണ്ട് ഫീൽഡിൽ, അതുപോലെ തന്നെ
റിച്ച് ആയിട്ടുള്ള ഉടുപ്പുകൾ തുന്നി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെപ്പൺസ് ഉണ്ടാക്കാനും ഇവർ തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ വെപ്പൺസ് ഉണ്ടാക്കിയിട്ട് ഇവർക്ക് എതിരെ തന്നെയാണ് എന്താണ് ഈ ലാൻഡ് ലോഡ്സ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അവിടെ എന്താ നമ്മൾ കാണുന്നത്, അവരെ തന്നെ എന്താണ് ദേ ആർ ഡിഗിങ് ദെയർ ഓൺ ഗ്രേവ്സ്. അപ്പോൾ ഈ വർക്കിംഗ് ക്ലാസ്സിലുള്ള ആൾക്കാർ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ജോലി അവർ ആർക്ക് വേണ്ടിയിട്ടാണ്? അവർക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, ഈ ലാൻഡ് ലോഡ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, അവർ ഫുഡ് ഉണ്ടാക്കുന്നു, നല്ല വസ്ത്രം തുന്നുന്നു, അതുപോലെ തന്നെ വെപ്പൺസ് ഉണ്ടാക്കുന്നു. ഈ വെപ്പൺസ് ഉണ്ടാക്കിയിട്ട് ഇവർക്കെതിരെ തന്നെയാണ് ഈ ലാൻഡ് ലോഡ്സ് പ്രവർത്തിക്കുന്നത്. നമ്മളൊന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കുകയാണെങ്കിൽ ഇവരെന്താണ് സീഡ് വിതയ്ക്കുന്നു, അതുപോലെ തന്നെ അത് നല്ലതായിട്ട് കിളിപ്പിക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, എന്നിട്ട് ആ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പാകാവുന്ന സമയത്ത് ലാൻഡ് ലോഡ്സ് എടുത്തുകൊണ്ട് പോകുന്നു. ഇവർ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നല്ല ഡ്രസ്സും തുണിയൊക്കെ തുന്നുന്നു. അപ്പോൾ എന്താണ് അത് ഇടാനുള്ള പാകമാകുമ്പോൾ ലാൻഡ് ലോഡ്സ് എടുത്തുകൊണ്ട് പോകും. അതുപോലെ തന്നെ ഇതിനൊക്കെ ഇവരിങ്ങനെയൊക്കെ ചെയ്യുമ്പം ഇവർക്കൊരു റിവാർഡ് കിട്ടുന്നില്ല. അവരെപ്പോഴും ഒരു ഡാർക്ക്നെസ്സിലാണ് ജീവിക്കുന്നത്. ഫ്രം ദെയർ ബർത്ത് ടു ദ ഡെത്ത്, അതായത് അതിൻ്റെ പോയത്തിൽ ഫ്രം ദ ക്രേഡിൽ ടു ദ ഗ്രേവ് എന്ന് പറയുന്നുണ്ട്. അപ്പം അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അവർ എന്താണ് ജനനം തൊട്ട് മരണം വരെ അവരുടെ വിധി ഇങ്ങനെയാണ് എന്ന രീതിയിലാണ് ജീവിക്കുന്നത്. ഷെല്ലി നമ്മളോട് ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങളിങ്ങനെ ജീവിക്കുന്നത്? നിങ്ങളുടെ സ്ട്രെങ്ത് അറിഞ്ഞ് ജീവിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു ചേഞ്ച് വരും. ഒരു ചേഞ്ചാണ് ഷെല്ലി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. പിന്നീട് പറയുകയാണ്, ഈ വർക്കിംഗ് ക്ലാസ്സിൻ്റെ സ്പിരിച്വൽ നീഡ്സും ഫിസിക്കൽ നീഡ്സും എന്താണ് ഫുൾഫിൽ ആവുന്നില്ല. ഒരു വ്യക്തിയുടെ സ്പിരിച്വൽ നീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ലെഷർ, കംഫർട്ട്, കാംനെസ്, ഇതൊക്കെയാണ് സ്പിരിച്വലി നമുക്ക് ആവശ്യം. അതായത് ഇത്തിരിയെങ്കിലും സമാധാനമാണ് നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ ആവശ്യമായിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും അവരുടെ ലൈഫിലില്ല. അവർ കണ്ടിന്യൂസ്ലി വർക്കിംഗ്. പക്ഷേ ആർക്ക് വേണ്ടിയിട്ടാണ്? അവർക്ക് വേണ്ടിയിട്ടല്ല. അവർക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് എന്താണ് ഒരു നല്ല ലൈഫായിരുന്നേനെ. പക്ഷേ ദേ ആർ വർക്കിംഗ് ഫോർ ദ ലാൻഡ് ലോഡ്സ്. എന്താണ് പിന്നെ ഫിസിക്കൽ നീഡ്സ് ഓഫ് എ മാൻ എന്ന് പറയുന്ന ഫുഡ്, ഷെൽട്ടർ, ലവ്, അവർക്ക് അങ്ങനെയുള്ള ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അവർ കണ്ടിന്യൂസ്ലി ലൈക്ക് സ്ലേവ്സിനെ പോലെയാണ് ഈ ജീവിക്കുന്നത്. The workers sow seeds, but the harvest is taken by the landlords. They bring wealth through their work, but the riches are kept by the landlords. They weave ropes for the others, but their own children have nothing to wear. The arms they forge are used by the landlords for their safety. അപ്പോൾ എന്താണ് ഷെല്ലി ഇതിലൂടെ പറയുന്നത്? ഇവർ മുഴുവനായിട്ടും ജനനം തൊട്ട് മരണം വരെ എന്താണ് ഈ ലാൻഡ് ലോഡ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഈവൻ സേഫ്റ്റി വെപ്പൺസ് പോലും സ്വയം ഉണ്ടാക്കുന്നില്ല. അതിന് വേണ്ടിയിട്ട് ആര് ഡിപ്പെൻഡ് ചെയ്യുന്നു? ലാൻഡ് ലോഡ്സ് വർക്കിംഗ് ക്ലാസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അവർക്ക് എന്താണ് അവർ ഒരു വെൽത്തും കിട്ടുന്നില്ല. ഈ വെൽത്ത് ഉണ്ടാക്കുന്നത് വർക്കിംഗ് ക്ലാസ്. പക്ഷേ അത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? ദ റിച്ചസ് ആർ കെപ്റ്റ് ബൈ ദ ലാൻഡ് ലോഡ്സ്. സോ ഷെല്ലി എന്താണ് കൺവിൻസ് ചെയ്യുകയാണ് വർക്കേഴ്സിനെ, ഇംഗ്ലണ്ടിലെ വർക്കേഴ്സിൻ്റെ അടുത്ത് പറയുകയാണ്, അവർ നല്ലതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റ് ആവുന്നുണ്ട്, വി ഹാവ് ടു സ്റ്റോപ്പ് ദിസ് എന്ന് ഷെല്ലി എക്സോട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷെല്ലി പിന്നീട് പറയുകയാണ്, റെവല്യൂഷൻ ഈസ് ദ ഓൺലി സൊല്യൂഷൻ. എന്നിട്ട് വർക്കിംഗ് ക്ലാസ്സിനെ എൻകറേജ് ചെയ്യുകയാണ് ടു സോ സീഡ്സ്, ബട്ട് ദേ ഷുഡ് നോട്ട് അലൗ ദ ലാൻഡ് ലോഡ്സ് ടു റീപ്പ്. ഫൈൻഡ് വെൽത്ത്, ബട്ട് ദേ ഷുഡ് നോട്ട് അലൗ ദെയർ മാസ്റ്റേഴ്സ് ടു കീപ്പ് ഇറ്റ്. അതായത് താൻ എന്ത് ചെയ്യുകയാണെങ്കിലും തനിക്ക് വേണ്ടി ചെയ്യുക, തനിക്ക് വേണ്ടി തുണി തുന്നുക, തനിക്ക് വേണ്ടി വിത്ത് വിതയ്ക്കുക. അതായത് അത് അങ്ങനെ വിതയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? തനിക്ക് ഫുഡ് കിട്ടും. അപ്പോൾ എന്താണ് അവർക്ക് ഇത്തിരിയെങ്കിലും ന്യൂട്രീഷ്യസ് ആവും, അവർ ഹെൽത്തി ആവും. അതായത് സ്വയം തനിക്ക് വേണ്ടിയിട്ട് വേണം വർക്ക് ചെയ്യാൻ, അല്ലാതെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ആവരുത് എന്നൊരു സ്ട്രോങ് മെസ്സേജാണ് ഷെല്ലി കൊടുക്കുന്നത്. പിന്നീട് ഷെല്ലി വാൺ ചെയ്യുന്നുണ്ട്, വർക്കേഴ്സിൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ റിവോൾട്ട് ചെയ്തില്ലെങ്കിൽ യു വിൽ ഹാവ് ടു ഫൈനലി ഷ്രിങ്ക് ടു ദ സെൽസ്, സെല്ലാർസ് ആൻഡ് ഹോൾസ് ദാറ്റ് ആർ സപ്പോസ് ടു ബി ബ്രിട്ടീഷിൻ്റെ റെസിഡൻസ് ആയിട്ടുള്ളത്. സോ പിന്നീട് പറയുകയാണ്, ദ വാസ്റ്റ് ഹോൾസ് ദേ കൺസ്ട്രക്റ്റഡ് ആർ ഓൺഡ് ബൈ ദ ലാൻഡ് ലോഡ്സ്. വർക്കേഴ്സ് എന്താണ് ഡെസ്പറേറ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട് ഈ ലാൻഡ് ലോഡ്സിന് വേണ്ടിയിട്ട്. പക്ഷേ അവർക്ക് എന്താണ് ഈ ചെയിൻ പൊട്ടിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ബട്ട് അവർ സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നില്ല. നിങ്ങളെല്ലാവരും ഒരുമിച്ച് കളക്റ്റീവായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ചെയിൻ ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഷെല്ലി ഇതിൻ്റെ അകത്ത് പറഞ്ഞു വെക്കുന്നത്. അവരങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദേ വിൽ ബി ഡിഗിങ് ദെയർ ഓൺ ഗ്രേവ്സ്. അതായത് അവരെന്തൊക്കെ ചെയ്താലും അവസാനം ടൂമ്പിൽ തന്നെ ചെന്നെത്തുമെന്ന കാര്യമാണ് പറയുന്നത്. അതായത് തനിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നൊരു സ്ട്രോങ് മെസ്സേജ് മെൻ ഓഫ് ഇംഗ്ലണ്ടിനും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത്തിരി എക്സാം ഓറിയൻറ്റഡ് പോയിൻറ്റേഴ്സായിട്ട് കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. ഷെല്ലി പറയുകയാണ്, നിങ്ങളുടെ രീതികൾ യു ഹാവ് ടു ചേഞ്ച് യുവർ വേസ്, അല്ലെങ്കിൽ നിങ്ങളിവിടെ പെർമനൻ്റ്ലി കംപ്ലീറ്റ്ലി അബ്സല്യൂട്ട്ലി ഇവിടുത്തെ സ്ലേവ്സ് ആയിട്ട് മാറും. വൺസ് നിങ്ങളങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ഡിഫിക്കൽട്ടായിരിക്കും അങ്ങനെ മാറാൻ അതിൽ നിന്ന്. കാരണം പിന്നീട് പറയുകയാണ്, യു വിൽ നെവർ ബി ഏബിൾ ടു എക്സ്പീരിയൻസ് ദ ജോയ്സ് ഓഫ്
ലിബേർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി. ഷെല്ലി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഐഡിയൽസിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തും അത് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ അഥവാ ഇവർക്ക് കീഴടങ്ങി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ജോയ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അല്ലാതെ തന്നെ എന്താണ് സ്പിരിച്വലി ഫിസിക്കലി ഒരു കംഫർട്ടും കിട്ടുന്നില്ല, ഒരു ലെഷർ കിട്ടുന്നില്ല, ഫ്രീ ടൈം ഇല്ല. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്താണ് ഫിസിക്കലി നമ്മൾ നല്ലപോലെ ടയേർഡ് ആവും. ഫിസിക്കലി ടയേർഡ് ആകുമ്പം പെട്ടെന്ന് അസുഖങ്ങൾ വരും, അങ്ങനെ മരണപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ പോയത്തിൽ ദ മെൻ ഓഫ് ഇംഗ്ലണ്ട് എന്ന് റെഫർ ചെയ്യുന്ന ആരെയാണ്? വർക്കിംഗ് ക്ലാസ് പീപ്പിൾ അല്ലെങ്കിൽ പ്രോലറ്റേറിയറ്റ്. പിന്നെ അതേപോലെ തന്നെ എന്താണ് റെവല്യൂഷണറി അണ്ടർടോൺസും ഓവർടോൺസും ആണ് ഈ പോയത്തിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ പോയറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വി ഹാവ് ടു ചേഞ്ച് അവർ ആറ്റിറ്റ്യൂഡ്, വി ഹാവ് ടു ചേഞ്ച് അവർ സെൽഫ് ഫ്രം ദ ഗ്രാസ് റൂട്ട് ലെവൽ. ഏറ്റവും താഴേന്ന് തന്നെ നമ്മൾ എന്താണ് സ്റ്റാർട്ട് ചെയ്യും. ഇറ്റ് ഹാസ് ബിക്കം ദ നീഡ് ഓഫ് ദ ആർ. കാരണം നമ്മൾ ഇപ്പം മാറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് മാറ്റം പ്രയാസമാണ്. സോ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തന്നെ നമ്മൾ ചേഞ്ച് കൊണ്ടുവന്ന് തുടങ്ങണം. സ്ട്രക്ചർ ഓഫ് ദ പോയം എന്ന് പറയുന്നത് എന്താണ്? 4 ലൈൻ വെച്ചിട്ടാണ് ഓരോ സ്റ്റാൻസയും ഉള്ളത്. എന്താണ് എങ്ങനെ അറേഞ്ച് ചെയ്യുന്ന എ ബി ബി എന്ന രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു രീതിയിലാവുമ്പോൾ ഒരു സോങ് ലൈക്ക് ക്വാളിറ്റി, ലിറിക് ക്വാളിറ്റി പോയത്തിൽ കിട്ടുകയാണ്. എന്താണ് ഈ പോയം വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ. ആ രീതിയിൽ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ പോയം മനസ്സിലാകണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ബിയുടെ മെറ്റഫർ ഉറപ്പായിട്ടും ഓർത്ത് വയ്ക്കുക. ബിയുടെ മെറ്റഫർ ഈ പോയത്തിൽ നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പോയത്തിൽ ആ മെറ്റഫറാണ് എന്താണ് വർക്കിംഗ് ക്ലാസ്സിനെയും ലാൻഡ് ലോഡ്സിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫൈനൽ അനാലിസിസ്, ദ പോയം ഈസ് എ പൊളിറ്റിക്കൽ ആൻഡ് പൊയറ്റിക് മാനിഫെസ്റ്റോ. ഇനിയും നമുക്ക് ഒരുപാട് പോയിൻറ്റ്സ് നോക്കാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കോട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട ലൈൻസൊക്കെ എഴുതാൻ പറ്റും. അൺഗ്രേറ്റ്ഫുൾ ഡ്രോൺസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഫ്രം ക്രേഡിൽ ടു ദ ഗ്രേവ്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ആണ് പോയത്തിൽ. ഈ പോയത്തിൽ ബീസിനെ സ്റ്റിംഗ്ലെസ് ഡ്രോൺസുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ദേ ആർ ഇൻകേപ്പബിൾ ഓഫ് ഹാമിങ് ദ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ വിത്തൗട്ട് ദെയർ സപ്പോർട്ട്. വർക്കിംഗ് ക്ലാസ് പീപ്പിളിൻ്റെ സപ്പോർട്ടില്ലാതെ അവരെ ഹാം ചെയ്യാൻ ഇവർക്ക് പറ്റത്തില്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഓരോ വെപ്പൺസും ഇവരുടെ സേഫ്റ്റിക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? വർക്കിംഗ് ക്ലാസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സപ്പോർട്ടില്ലാതെ ഇവരെ ഹാം ചെയ്യാൻ ഇവർക്ക് പറ്റില്ല. സോ അതൊരു കാര്യമാണ്. ഇതെന്തോ സജസ്റ്റ് ചെയ്യുന്ന ഈ ലാൻഡ് ലോഡ്സ് എന്ന് പറയുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുമല്ല, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുമല്ല. അവർക്ക് സ്വന്തം ജീനിയസ് ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആണ് ഈ വർക്കിംഗ് ക്ലാസ്സിൽ. പിന്നെ വെൻ കമ്പയർഡ് ടു ദ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ, ദ റിച്ച് ആർ ഇൻ ഫാക്ട് പവർലെസ് തന്നെയാണ്. കാരണം എന്താണ്? അവർക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല. അവർ കംപ്ലീറ്റ്ലി ഇവരെ റിലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The tragedy is inherent in the inability of the poor to recognize their own strength and merit. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ വർക്കിംഗ് ക്ലാസ് അവരുടെ സ്ട്രെങ്ത്തും അവരുടെ കേപ്പബിലിറ്റിയും മനസ്സിലാക്കുന്നില്ല. ആ കാര്യത്തിലാണ് പ്രശ്നമുള്ളത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വേർത്ത് മനസ്സിലാവും. പിന്നെ എന്താണ്? ദ poor remain submissive. ഈ പോയത്തിൽ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് എന്ത് ചെയ്യും? കോട്ട് ചെയ്ത് എഴുതാൻ പറ്റും. ഷെല്ലി സിങ്സ് നോട്ട് ടു എൻ്റർടൈൻ ബട്ട് ടു അവേക്കൺ. നമുക്കറിയാമല്ലോ അതിൻ്റെ റീസൺ. അതായത് ചുമ്മാ എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ട് മാത്രമല്ല ഷെല്ലി എഴുതുന്നത്. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയല്ല, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ടു എൻലൈറ്റൻ, ടു അവേക്കൻ ദ സിറ്റിസൻസ്. പിന്നെന്താണ് രണ്ടാമത്തെ പോയിൻറ്റ്? ദിസ് പോയം ഈസ് ഇൻ ജെൻറ്റിൽ, ഇറ്റ്സ് എ പോയറ്റിക് ഹാമർ ബിൽഡ് ടു ബ്രേക്ക് ദ ചെയിൻസ്. നമുക്കറിയാമല്ലോ ഈ പോയത്തിൽ നമ്മൾ പറയുന്നുണ്ട്, അവരുടെ ഒന്നെങ്കിൽ ഇവർ റിവോൾട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരെ ഉറപ്പായിട്ടും പൂട്ടിയിട്ടേക്കും. പക്ഷേ അത് ഇൻവിസിബിൾ ആയിട്ടുള്ള കാര്യത്തിലായിരിക്കും. അവർ പോലും അറിയാതെ ഇവർ സ്ലേവ്സായി മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം ഈ പോയം എന്ന് പറയുന്നൊരു ജെൻറ്റിലായിട്ടുള്ള പോയമല്ല, ഇറ്റ്സ് എ പോയറ്റിക് ഹാമർ. ആ ചെയിൻ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പോയറ്റിക് ഹാമറായിട്ടാണ് ഈ പോയത്തിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ദിസ് പോയം ഈസ് ഇൻ ജെൻറ്റിൽ, ഇറ്റ്സ് എ പോയറ്റിക് ഹാമർ ബിൽഡ് ടു ബ്രേക്ക് ചെയിൻസ്. ഇറ്റ് ഈസ് എ സോങ് ദാറ്റ് ബിഗിൻസ് വിത്ത് ക്വസ്റ്റ്യൻ, ends with a demand for justice. The poet doesn't pity the poor, he empowers them. പിന്നെന്താണ്? സിമ്പിൾ ലാംഗ്വേജ്, സ്ട്രോങ് റിതം ആൻഡ് ഷാർപ്പ് ക്വസ്റ്റ്യൻസ് മേക്ക് ഇറ്റ് അൺഫോർഗറ്റബിൾ. അതായത് സിമ്പിൾ ലാംഗ്വേജ് എഴുതുമ്പോൾ നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റും. സ്ട്രോങ് റിതമായിരിക്കും, അതായത് നമുക്ക് ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ പറ്റും. ഷാർപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, അപ്പോൾ നമ്മളെ മൈൻഡിനെ ചിന്തിപ്പിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു, ഇത് ശരിയല്ലേ ഈ വ്യക്തി പറഞ്ഞത്, അപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാവും. സോ സിമ്പിൾ ലാംഗ്വേജ്, സ്ട്രോങ് റിതം, ഷാർപ്പ് ക്വസ്റ്റ്യൻസ് മേക്ക് ഇറ്റ് അൺഫോർഗറ്റബിൾ. പിന്നെ ഈച്ച് സ്റ്റാൻസ എന്ന് പറയുന്നത് റെസിസ്റ്റൻസിൻ്റെ ഡ്രം ബീറ്റ് പോലെയാണ്. ഈച്ച് സ്റ്റാൻസ ബീറ്റ്സ് ലൈക്ക് എ ഡ്രം. ഒരു ഡ്രം കണക്ക് ബീറ്റ് ചെയ്യും ഓഫ് റെസിസ്റ്റൻസ്. ഇതിന് എതിരെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടൊരു
ബീറ്റാണ് ഓരോ സ്റ്റാൻസയും എന്ന് പറയുന്നത്. ഷെല്ലീസ് റൈം ആൻഡ് റിതം മേക്ക് റിബല്യൻ സൗണ്ട് ലൈക്ക് എ ചാൻറ്റ്. The poem exposes how a society built on labor can still abandon the laborer. Shelley reacts to the Industrial Revolution and economic injustice faced by the workers. പിന്നെ എന്താണ്, ഈ സമയത്ത് ഒരുപാട് സോഷ്യലി അൺറസ്റ്റ് ആയിട്ടുള്ളൊരു പീരീഡ് ആയിരുന്നു ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഹി എംഫസൈസസ് ഇൻഡിവിജ്വൽ ഡിഗ്നിറ്റി ആൻഡ് പൊളിറ്റിക്കൽ ഫ്രീഡം. ഫ്രീഡവും ഇൻഡിവിജ്വൽ ഡിഗ്നിറ്റിയാണ് PB ഷെല്ലി എംഫസൈസ് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡിഗ്നിറ്റിക്കും പൊളിറ്റിക്കൽ ഫ്രീഡത്തിനും തന്നെയാണ്. ഇറ്റ് റിഫ്ലെക്ട്സ് ഷെല്ലീസ് ബ്രോഡർ റൊമാൻറ്റിക് ഐഡിയൽസ് ഓഫ് റെവല്യൂഷൻ, ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ്. The idea of slavery without chains is a powerful image of industrial exploitation. ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോയിറ്റേഷൻ്റെ ഒരു പവർഫുൾ ഇമേജ് തന്നെയാണ് എന്ത്, സ്ലേവറി വിത്തൗട്ട് ചെയിൻസ്. പിന്നെ എക്കണോമിക് സ്ലേവ്സ് ആയിട്ടാണ് ആരെ പോർട്രേ ചെയ്തിരിക്കുന്നത് ഈ പോയത്തിൽ, വർക്കേഴ്സിനെ പോർട്രേ ചെയ്തിരിക്കുന്നത്. വർക്കേഴ്സ് ആർ പോർട്രേഡ് ആസ് എക്കണോമിക് സ്ലേവ്സ് ബൗണ്ട് ബൈ ഇൻവിസിബിൾ ചെയിൻസ്. ഇറ്റ് ചലഞ്ചസ് ദ ട്രഡീഷണൽ ബിലീവ്സ് ദാറ്റ് റൂളേഴ്സ് ഡിസേർവ് ഒബീഡിയൻസ്. ഷെല്ലി സജസ്റ്റ് ദാറ്റ് ദ റിയൽ പവർ ലൈസ് വിത്ത് ദ ലേബറേഴ്സ്, നോട്ട് ദ എലൈറ്റ്. എലൈറ്റിൻ്റെ കയ്യിലല്ല റിയൽ പവർ ഉള്ളത്. റിയൽ പവറുള്ള ആരുടെ കയ്യിലാണ്, ലേബറേഴ്സിൻ്റെ കയ്യിലാണ്. ഓക്കെ, പിന്നീട് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് റൂളേഴ്സ് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. വർക്കേഴ്സിനെ ബീസ് ആയിട്ടും ആൻഡ് ആയിട്ടും ടില്ലേഴ്സ് ആയിട്ടാണ് പോർട്രേ ചെയ്തിരിക്കുന്നത് ഈ പോയത്തിൽ. വർക്കേഴ്സ് ആർ പ്രൊഡക്റ്റീവ്, റൂളേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഡ്രോൺസ് ആയിട്ടും ടൈറൻറ്റും ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ റൂളേഴ്സ് എന്താണ്, ശരിക്കും പാരസൈറ്റിക് ആണ്. ദിസ് കോൺട്രാസ്റ്റ് എംഫസൈസസ് ദ അൺഫെയർനെസ് ഓഫ് ദ സോഷ്യൽ സിസ്റ്റം. ശരിക്കും ആരാണ് പാരസൈറ്റിനെ പോലെ പിടിച്ച് നിൽക്കുന്നത്, ഡിപ്പെൻഡായിട്ട് നിൽക്കുന്നത് റൂളേഴ്സാണ്. വർക്കേഴ്സ് ഓൺ ദ അതർ ഹാൻഡ് ഇസ് പ്രൊഡക്റ്റീവ്. പക്ഷേ സ്റ്റിൽ അവർ അൺഫെയർനെസ് ആണ് ഈ സോഷ്യൽ സിസ്റ്റത്തിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബീസ് ആൻഡ് ഡ്രോൺസ് ആർ മെറ്റഫോർ. വർക്കേഴ്സ് ആർ ബീസ്, റൂളേഴ്സ് ആർ ഡ്രോൺസ് ദാറ്റ് ലിവ് ഓഫ് ദെയർ ഹണി. പിന്നെന്താണ്, ദ പോയം കമ്പയർസ് ദ ലേബറിംഗ് ക്ലാസ് ടു ആൻസ് എൻലെസ്ലി ടോയിലിംഗ് ഫോർ ദ ഗെയിൻ ഓഫ് അതേഴ്സ്. പിന്നെന്താണ്, ഡീപ്ലി ഇൻസ്പയർഡ് ബൈ റൊമാൻറ്റിക് ഐഡിയൽസ് ഓൾറെഡി പറഞ്ഞു. ഷെല്ലി സജസ്റ്റ് ദാറ്റ് ചേഞ്ച് ഇസ് നോട്ട് ജസ്റ്റ് പോസിബിൾ, ഇറ്റ് ഈസ് നെസസറി. അതായത് ഇമ്പോസിബിൾ ഒന്നൊന്നും പറയാനേ പറ്റില്ല, നമുക്ക് ഇനി നെസസറി ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് തന്നെയാണ് എന്ന് പറയുന്നത് ചേഞ്ച് എന്ന് പറയുന്നത്. പോസിബിൾ ആണോ അല്ലയോ എന്നൊക്കെ നോക്കേണ്ട സമയം കഴിഞ്ഞു. ഇറ്റ് ഈസ് നെസസറി ദാറ്റ് വി ഷുഡ് റിവോൾട്ട്, വി ഷുഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ദിസ് അൺജസ്റ്റ് സിസ്റ്റം. പിന്നെ എന്താണ്, ഷെല്ലി വോൺസ് ദാറ്റ് കണ്ടിന്യൂയിങ് ഇൻ സൈലൻസ് ലീഡ്സ് ടു എ ഹാർവെസ്റ്റ് ഓഫ് യുവർ ഓൺ റൈപ്പ് ഗ്രേവ്സ്. പിന്നെ എന്താണ്, ഷെല്ലി ടേൺസ് പോയട്രി ഇൻ ടു പ്രൊട്ടസ്റ്റ്, urging workers to reclaim their rights. അവരുടെ റൈറ്റ്സ് റീക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഷെല്ലി കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പോയത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ പോയം ഗീവ്സ് വോയിസ് ടു ദ വോയിസ്ലെസ് ആൻഡ് ഫയർ ടു ദ സൈലൻറ്റ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ക്രൈ, ഇറ്റ്സ് എ ബാറ്റിൽ ക്രൈ മാസ്ഡ് ഇൻ വേർഡ്സ്. ഷെല്ലി യൂസസ് റെറ്ററിക്കൽ ക്വസ്റ്റ്യൻസ് ടു ഫോഴ്സ് റീഡേഴ്സ് ടു ക്വസ്റ്റ്യൻ ദ സിസ്റ്റം. സിസ്റ്റത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്താണ് റെറ്ററിക്കൽ ക്വസ്റ്റ്യൻസ് ഷെല്ലി യൂസ് ചെയ്യുന്നത്. റെറ്ററിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മൾ തിരിച്ചൊരു ആൻസർ എക്സ്പെക്റ്റ് ചെയ്യത്തില്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു കൊണ്ടിരിക്കും. ടോൺ എന്ന് പറയുന്നത് ആംഗ്രി, ഏർജൻറ്റ്, പെർസുവേസീവ് ടോണിലാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. ഇതൊരു അവേക്കണിങ് അല്ലെങ്കിൽ ഒരു ക്ലാരിയൻ കോളാണ് ടു മേക്ക് സിറ്റിസൻസ് അവെയർ വാട്ട് എവർ ദേ ആർ ഫേസിങ്. ചിലവർ അറിയുന്ന പോലും ഉണ്ടാവുന്നില്ല അവർ ഇത്രത്തോളം പ്രശ്നത്തിലാണെന്ന്. ലൈക്ക് അവരുടെ വിചാരം എന്താണ്, അവർക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, സോ ദേ ഹാവ് ടു ഡു ദാറ്റ്. അപ്പോൾ ആ രീതിയിൽ ചിലവരെന്ത് ചെയ്യും, ഈ വർക്ക്സ് ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യാതെ ചെയ്തുകൊണ്ടിരിക്കും. സോ ഒരു അവേക്കണിങ് കോളായിട്ടും ഈ പോയത്തിൽ നമുക്ക് പറയാം. ഷെല്ലി urges them to stop serving the upper class blindly. അവരെന്താണ്, സെർവിറ്റ്യൂഡ് എന്ന പ്രോസസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് മുഴുകിയിരിക്കുകയാണ്. അപ്പം ഷെല്ലി പറയുകയാണ്, യു ഹാവ് ടു സ്റ്റോപ്പ് സെർവിങ് ദ അപ്പർ ക്ലാസ് ബ്ലൈൻഡ്ലി. പിന്നെ പോയം എന്താണ്, എസ്സേക്ക് ചോദിക്കുമ്പോൾ പ്രോപ്പർ സ്ട്രക്ചറിൽ എഴുതണം. ഫസ്റ്റിൽ എന്താണ്, ഈ ഓതറിനെ കുറിച്ച് കുറച്ച് എഴുതുക. PB ഷെല്ലിയെക്കുറിച്ച് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താണ്, ഈ പോയത്തിൻ്റെ ഒരു ഇൻട്രോ തന്നെ ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കുക. ഇതെന്താണ്, ഒരു പൊളിറ്റിക്കൽ ആന്തമായിട്ട് നമുക്ക് എടുക്കാം. ഈ പോയം ഒരു പാഷനേറ്റ് കോൾ ടു ആക്ഷനാണ്. അതുപോലെ തന്നെ ഒരു റെവല്യൂഷണറി ക്രിട്ടീക്ക് ഓഫ് സോഷ്യൽ ഇൻജസ്റ്റിസ്. ഈ പോയം എന്ന് പറയുന്നത് ക്ലാരിയൻ കോളാണ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ പോയം എഴുതിയിരിക്കുന്നത് 1819 എന്തിന് റെസ്പോൺസായിട്ട് എഴുതിയത്, പീറ്റർലു മെസാക്കറിൻ്റെ റെസ്പോൺസായിട്ട് എഴുതിയിരിക്കുകയാണ്. പിന്നെന്താ, വോയിസ് ടു ദ വോയിസ്ലെസ് കൊടുക്കുകയാണ്. വിവിഡ് ഇമേജറി, റെറ്ററിക്കൽ പവർ, മെറ്റഫറിക്കൽ റിച്ച്നെസ് ഒക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെയാണ് ഈ പോയം കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. ഷെല്ലി പിന്നെ എന്താണ്, ഈ വർക്കിംഗ് ക്ലാസ് ഫേസ് ചെയ്യുന്ന എക്സ്പ്ലോയിറ്റേഷനെതിരെ ഫൈറ്റ് ചെയ്യണം, യു ഹാവ് ടു റീക്ലെയിം യുവർ റൈറ്റ്സ് എന്താണ്, എന്നിട്ട് എൻജോയ് ദ ഫ്രൂട്ട്സ് ഓഫ് യുവർ ഓൺ ലേബർ. ഈ മെസ്സേജാണ് ഷെല്ലി ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നത്. അപ്പം ഇതൊക്കെ കൊടുക്കുക. പിന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തീംസ് എഴുതാം. ഈ പോയത്തിൽ എന്താണ്, തീംസ് ഓഫ് ഒപ്രഷൻ, സപ്രഷൻ, എക്സ്പ്ലോയിറ്റേഷൻ,
പിന്നെ സോഷ്യൽ ഇൻജസ്റ്റിസ്, ഡിസ്ക്രിമിനേഷൻ. പിന്നെ എന്താണ്, നമുക്ക് ഈ പോയത്തിൽ ബീസ് വെച്ചല്ലേ കമ്പയർ ചെയ്തിരിക്കുന്നത്, അപ്പോൾ അതിനെക്കുറിച്ച് എഴുതാൻ പറ്റും. ഷെല്ലി ഹൈലൈറ്റ്സ് ഗ്രോസ് ഇംബാലൻസ് ബിറ്റ്വീൻ ദ ഹാർഡ് വർക്കിംഗ് പുവർ ആൻഡ് പാരസൈറ്റിക് റൂളിംഗ് ക്ലാസ്. പിന്നീട് എന്താണ്, റെട്ടറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ പോയത്തിൻ്റെ ടോൺ എഴുതുക. അർജൻറ്റാണ്, പേഴ്സുവേസീവ് ടോണിലാണ് എഴുതിയിരിക്കുന്നത്. ഷിഫ്റ്റിംഗ് ഫ്രം സിമ്പതി ടു അജിറ്റേഷൻ. പിന്നെ ഈ പോയം ഒരു കാം ടോണിലാണ് തുടങ്ങുന്നതെങ്കിലും പിന്നെ എസ്കലേറ്റ് ചെയ്ത് ഒരു പാഷനേറ്റ് കോൾ ഫോർ റിവോൾട്ടിലേക്ക് എത്തി. ഒരു കാം ടോണിൽ തുടങ്ങി ആൻഡ് എസ്കലേറ്റ്സ് ടു എ പാഷനേറ്റ് കോൾ ഫോർ റിവോൾട്ട്. പിന്നീട് എന്താണ്, ഇമേജറി, മെറ്റഫർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ബീസിനെ കുറിച്ച്, മാൻസിനെ കുറിച്ച് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെ റിപ്പീറ്റഡ് ഇമേജറി ഓഫ് എന്താണ്, വീവിങ്, ഫോർജിങ്, സോയിങ്, പ്ലഫിങ്. ഇതൊക്കെ എംഫസൈസ് ചെയ്യുന്ന എന്താണ്, സെൻട്രാലിറ്റി ഓഫ് ലേബറേഴ്സ് ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ ലേബറേഴ്സ് ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ ആ ഒരു സെൻട്രാലിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ എന്താണ്, ഡ്രോൺസ് എന്ന് പറയുന്നത് ലക്ഷറസ്ലി ഒന്നും ചെയ്യാതെ ചുമ്മാ ഹണി ബാക്കിയുള്ളവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആസ്വദിച്ച് നടക്കുകയാണ്. പക്ഷേ എന്താണ്, റിയലായിട്ട് വർക്ക് ചെയ്യുന്നതും പ്രൊഡക്റ്റീവായിട്ടുള്ളതും ക്രിയേറ്റീവായിട്ടുള്ളതും ആരാണ്, വർക്കിംഗ് ക്ലാസ് സിറ്റിസൻസ് തന്നെയാണ്. പിന്നീട് അടുത്ത സ്റ്റാൻസയിൽ നമുക്ക് ഇൻവേർഷൻ ഓഫ് ട്രഡീഷണൽ റോൾസിനെ കുറിച്ച് എഴുതാം. ഷെല്ലി ആർഗ്യൂസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ദ മൊണാർക്സ്, ലാൻഡ് ലോഡ്സ് ഓർ മിലിറ്ററി ലീഡേഴ്സ് ഹു സസ്റ്റെയിൻ ദ നേഷൻ ബട്ട് ദ ലേബറേഴ്സ് ആണ് ഒരു നേഷനെ സസ്റ്റെയിൻ ചെയ്യുന്നത് എന്നാണ് ഷെല്ലി പറയുന്നത്. സോ എന്താണ്, ഷെല്ലി തന്നെ റീഡിഫൈൻ ചെയ്യാണ് പവറിനെ. എങ്ങനെയായിട്ട്, പവർ ഈസ് നോട്ട് സംതിങ് ഇൻഹെറിറ്റഡ് ഓർ ബെസ്റ്റോഡ് ബൈ ബർത്ത് ബട്ട് ആസ് സംതിങ് ജനറേറ്റഡ് ബൈ ഹ്യൂമൻ എഫേർട്ട് കൊണ്ട് നേടിയെടുക്കുന്ന ഒന്നാണ് പവർ എന്ന് പറയുന്നത്. അല്ലാതെ എന്താണ് ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ ജന്മനാ കിട്ടുന്നതോ നമുക്ക് ബാക്കിയുള്ള ജനറേഷൻസ് കൈമാറി വരുന്നതോ അല്ല പവർ എന്ന് പറയുന്നത്. സോ ഷെല്ലി റീഡിഫൈൻസ് പവർ. ഇറ്റ് ഈസ് നോട്ട് സംതിങ് ഇൻഹെറിറ്റഡ് ഓർ ബെസ്റ്റോഡ് അപ്പോൺ അവർ സെൽസ് ബൈ അവർ ബർത്ത് ബട്ട് ആസ് സംതിങ് ജനറേറ്റഡ് ബൈ ഹ്യൂമൻ എഫേർട്ട്. പിന്നെ എന്താണ്, ഒരു നേഷനെ സസ്റ്റെയിൻ ചെയ്യിക്കുന്നത് അവിടുത്തെ ലാൻഡ് ലോഡ്സോ മൊണാർക്സോ മിലിറ്ററി ലീഡേഴ്സോ ഒന്നുമല്ല, അവിടുത്തെ സിറ്റിസൻസാണ്, അവിടുത്തെ വർക്കിംഗ് ക്ലാസ് ആണ്. അപ്പം എന്താണ്, ഇൻവേർഷൻ ഓഫ് ട്രഡീഷണൽ റോൾസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അടുത്ത സ്റ്റാൻസയിൽ റെവല്യൂഷണറി സ്പിരിറ്റിനെ കുറിച്ച് എഴുതാം. ഷെല്ലി എന്താണ്, ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഐഡിയൽസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് എൻലൈറ്റൻമെൻറ്റ് ഫിലോസഫി, ബിലീവ്ഡ് ഇൻ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് മോറൽ ഒബ്ലിഗേഷൻ ടു റെസിസ്റ്റ് ടൈറനി. പിന്നെ എന്താണ്, നല്ലപോലെ വോൺ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാര്യങ്ങൾ പ്രൊലോങ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ, ഈ സൈലൻസ് പ്രൊലോങ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കോൺസിക്വൻസസ് ഒക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ വർക്കേഴ്സ് ഡു നോട്ട് റൈസ് ദേ വിൽ റീപ് എ ഗ്രിം ഹാർവസ്റ്റ് ഓഫ് ദെയർ ഓൺ ഡ്രൈ ഗ്രേവ്സ്. പിന്നെ എന്താണ്, എക്കണോമിക് സ്ലേവറിയെക്കുറിച്ചാണ് പോയം ഡിസ്കസ് ചെയ്യുന്നത്. പോർട്രൈയിങ് ദ പൂർ ആസ് ബൗണ്ട് ബൈ ഇൻവിസിബിൾ ചെയിൻസ് ദോ നോട്ട് ലീഗലി എൻസ്ലേവ്ഡ്, ദേ ആർ ഫോഴ്സ്ഡ് ഇൻ ടു എ ലൈഫ് ഓഫ് സെർവിറ്റ്യൂഡ് ബൈ എക്കണോമിക് നെസസിറ്റി ആൻഡ് സിസ്റ്റമാറ്റിക് ഇനിക്വാളിറ്റി. പിന്നെ എന്താണ്, സിമ്പിൾ ലാംഗ്വേജ്, സിമ്പിൾ റൈം സ്കീം, റിതമിക് ഫ്ലോ, അതിനെക്കുറിച്ചൊക്കെ നല്ലതായിട്ട് ഡിസ്കസ് ചെയ്യുക. ലാസ്റ്റ് സ്റ്റാൻസയിൽ ഈ പോയത്തിൻ്റെ എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒന്ന് സമ്മറൈസ് ചെയ്ത് എഴുതി വെക്കുക. ഇറ്റ് റിമെയിൻസ് എ ടൈംലെസ് ക്രൈ ഫോർ ജസ്റ്റിസ്, ഇക്വാളിറ്റി ആൻഡ് കളക്റ്റീവ് അവേക്കനിങ്. ഷെല്ലി എംപവേഴ്സ് ദ വോയിസ്ലെസ്, എക്സ്പോസസ് ദ ഗ്രീഡ് ഓഫ് ദ എലൈറ്റ് ആൻഡ് വാൺസ് അഗെയിൻസ്റ്റ് പാസീവ് സഫറിങ്. എന്താണ്, ഈ കുഞ്ഞു പോയിൻറ്റ്സിൽ കൂടെ തന്നെ എന്താണ് ഈ പോയത്തിൻ്റെ സമ്മറി മൊത്തം നമ്മൾ വിവരിച്ചിട്ടുണ്ട്. ഒരു ടൈംലെസ് ക്രൈ ഫോർ ജസ്റ്റിസിന് വേണ്ടിയിട്ടുള്ളൊരു പോയമാണ്. ഇക്വാളിറ്റിയാണ്, കളക്റ്റീവ് അവേക്കനിങ് ആണ്. പിന്നെ എന്താണ്, പവർ ചെയ്യുന്ന ആരെയാണ്, വോയിസ് ഇല്ലാത്ത ആൾക്കാരെയാണ് പവർ ചെയ്യുന്നത്. പിന്നെ എലൈറ്റിൻ്റെ ഗ്രീഡിനെ കുറിച്ച് എക്സ്പോസ് ചെയ്യുകയാണ്. പിന്നെ അവർ എന്താണ് വർക്കിംഗ് ക്ലാസ് അനുഭവിക്കുന്ന സഫറിങ്സിനെ കുറിച്ച് പറയുകയാണ്. ത്രൂ poetic craftsmanship and moral clarity, he transforms a poem into a protest and a song into a movement. In today's world of ongoing economic inequality and labor struggles, Shelley's voice continues to echo, reminding us that those who built society must never be content to live beneath it. അപ്പോൾ ഞാൻ ഒരുപാട് അഡീഷണൽ പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് ഇഷ്ടപ്പെട്ട പോയിൻറ്റ്സ് എല്ലാം ആഡ് ചെയ്ത് എഴുതാം. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.